ഹായ് മക്കളെ, ഡോക്ടർ അസ്ലേക്കാണ്. നമ്മുടെ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ വളരെ ഷോർട്ടായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. മാറ്റങ്ങളിൽ മെയിനായിട്ട് നമ്മൾ അറിയുന്നത്, പണ്ട് നമുക്കറിയാം ഓൾ ഇന്ത്യയിൽ റൗണ്ട് 1 ഉണ്ട്, റൗണ്ട് 2 ഉണ്ട്, റൗണ്ട് 3 ഉണ്ട്. സ്വാഭാവികമായിട്ട് റൗണ്ട് ഉള്ളൊരു നമുക്കൊരു ഫ്രീ എക്സിറ്റ് കിട്ടും. നമുക്ക് ആ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ സീറ്റ് കിട്ടി, നമുക്ക് ആ സീറ്റ് എടുത്തുകൊണ്ട് ഹയർ ഓപ്ഷൻ നോക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അവിടെ പോകണമായിരുന്നു, അല്ലെങ്കിൽ ആ കോളേജിൽ പോയിട്ട് വേണം പ്രൊസീജിയർ ചെയ്യാൻ. അപ്പോൾ ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് നല്ല ഒരു ബുദ്ധി തോന്നിയിട്ട് അവരെന്ത് ചെയ്തു, ഫ്രീസ് ഫ്ലോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു. ഫ്രീസിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമുക്ക് ആ സീറ്റ് സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുണ്ടാവില്ല, അടുത്ത റൗണ്ടിൽ നമുക്ക് അപ്ഗ്രേഡേഷൻ ഇല്ല. നമുക്ക് ഉദാഹരണം വെച്ച് നോക്കാം. ഒരു കുട്ടിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വേണം, നല്ല റാങ്കുള്ള കുട്ടിയാണ്. ഒന്നാമത്തെ റൗണ്ടിൽ ആ കുട്ടിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിട്ടുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം, അവിടെ പോയി ഫിസിക്കലി ജോയിൻ ചെയ്യണം, ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ വെരിഫൈ ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, ഇനി അഥവാ ആ കുട്ടിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യണമെന്നോ ഫെർദർ അതിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഫിസിക്കലി പോയിട്ട് ഡോക്യുമെന്റ്സ് തിരിച്ച് മേടിക്കേണ്ടി വരും. നേരെ മറിച്ച് ഒരു കുട്ടിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് താല്പര്യം, കിട്ടിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജാണ് ഒന്നാമത്തെ റൗണ്ടിൽ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആ സീറ്റ് മിസ്സാവാനുള്ള ഒരു ചാൻസ്, ലൈക്ക് നമ്മൾ അവിടെ പോയി അഡ്മിഷൻ എടുത്താലേ നമുക്ക് ആ സീറ്റ് ഉറക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതില്ല, അവിടെ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന പോലെയാണ് ഫ്ലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വില്ലിങ്നെസ് ടു അപ്ഗ്രഡേഷൻ ഓൺലൈൻ കൊടുക്കുന്നു. നമ്മൾ അവിടെ പോകുന്നേ ഇല്ല, യാത്രാ ചെലവ് വല്ലാതെ കുറയുന്ന ഒരു സിറ്റുവേഷൻ. പലപ്പോഴും നമ്മൾ ഡെഡ് ലൈൻസ് ഉണ്ടാവും, ചെറിയ ഡെഡ് ലൈൻ ആയിരിക്കും, ആ സമയത്ത് ഫ്ലൈറ്റ് എല്ലാവരും ബുക്ക്ഡ് ആയിരിക്കും, ഫുൾ തിരക്കായിരിക്കും. നമ്മളവിടെ എത്തുന്നു, ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നാട്ടിൽ കേരളത്തിലാണ് പ്രളയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഫിസിക്കലി പോകുന്ന യാത്ര ഒഴിവാക്കി എന്നുള്ളത് വളരെ എന്താ പറയുക, ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ കോളേജിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒന്നാമത്തെ റൗണ്ടിൽ. അപ്പോൾ ആ കോളേജിലെ നോഡൽ ഓഫീസറാണ് അത് വെരിഫൈ ചെയ്യുന്നത്. ഇനി അഥവാ നിങ്ങൾ റിസൈൻ ചെയ്യുകയാണെങ്കിലും അതൊരു ഓൺലൈൻ പ്രൊസീജിയർ ആണ്, നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. മെയിൻ മാറ്റം ഇത് രണ്ടുമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഇപ്പം 2020 സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ടാണ് അത് ചെയ്യുന്നത്. 2026 അത് ഓൺലൈനായിട്ട് നടക്കും. പണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഫിസിക്കലി പോയി എല്ലാ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, ഇവിടെ അത് അപ്ലോഡ് ചെയ്യാണ്, ഓൺലൈനാണ്. അതിൽ ചെറിയൊരു കാഴ്ചപ്പാട് എൻ്റെ ഞാൻ പറയാം ലാസ്റ്റ്. പണ്ട് നമുക്കൊരു ഇപ്പോൾ ഈ ഫ്ലോട്ട് ചെയ്യുന്ന കുട്ടികളാണെന്ന് വിചാരിക്കാം, അതായത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെറ്റർ സീറ്റ് വേണം. അപ്പോൾ അവർ ആ ബെറ്റർ സീറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് തന്നെ പ്രൊസീജിയർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. റിലീവിങ് ലെറ്റർ പണ്ട് അവിടെ പോയി നമ്മൾ റിലീവിങ് ലെറ്ററൊക്കെ വാങ്ങിയിട്ടൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കാനൊരു യാത്ര, അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കോളേജിൽ പോയിട്ട് ഡോക്യുമെൻ്റ് വാങ്ങാനൊരു യാത്ര, പിന്നെ അവിടെ നിന്ന് പുതിയ കോളേജിലേക്ക് മറ്റൊരു യാത്ര, അതൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ നമുക്ക് ഒഴിവാക്കി തന്നിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രമാത്രം എന്തൊക്കെ ഇത് ഭംഗിയിൽ അവർ ചെയ്താൽ മതി എന്ന് മാത്രമുള്ള പ്രാർത്ഥനയുള്ളൂ. കാരണം ഇങ്ങനെ ഓരോന്ന് പുതിയത് കൊണ്ടുവരുമ്പോൾ തലവേദനയാക്കുന്ന ഒരു സ്വഭാവം MCCക്ക് പലപ്പോഴും ഉള്ളതാണ്. ഓക്കെ, റെസിഗ്നേഷൻ പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കലാണ്, ഇപ്പോൾ നമുക്കത് വേണ്ട. നമുക്കിതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. ഇപ്പോൾ രജിസ്ട്രേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ, അതായത് നമ്മുടെ MCCയുടെ വെബ്സൈറ്റ് ആണത്. അപ്പോൾ MCC എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് ഗൂഗിളിൽ പോയി MCC എന്ന് അടിക്കുമ്പോൾ തന്നെ വെബ്സൈറ്റ് വരും. UG മെഡിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തായിട്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ 2026 രജിസ്ട്രേഷൻ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ രജിസ്ട്രേഷൻ വിൻഡോയിലാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഏത് കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്, നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കണം, പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പം നമുക്ക് ഷെഡ്യൂൾ ഓൾറെഡി നമുക്ക് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് 4th August 17 എന്ന് പറയുന്നു. വെരിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കിവിടെ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുണ്ട്. കൗൺസിലിംഗ് ഷെഡ്യൂൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 8-ാം തീയതിയാണ്. ചോയ്സ് ഫില്ലിംഗ് 6-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് 8-ാം തീയതിയിലേക്ക് നീട്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ 9-നോ 10-നോ ആയിരിക്കും. എന്തായാലും നമുക്കതിൽ ഡിലേസ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞ സാധനമാണ്. പക്ഷെ നമ്മളത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ പ്രൊസീജിയർ ചെയ്യുക, നമ്മൾ പേയ്മെൻറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ആദ്യം രജിസ്ട്രേഷനാണ്, പേയ്മെൻറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക, നമുക്ക് ചോയ്സ് ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അതൊക്കെ MCCയുടെ പ്രോസ്പെക്ട്സിലുണ്ട്. കാരണം റീഫണ്ട് പോകുന്നത് ഒറിജിനൽ സോഴ്സിലേക്കായിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ അക്ഷയയിൽ പോയിട്ടോ ഒരു കഫേയിൽ പോയിട്ടൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക.
നിങ്ങൾ സ്വന്തം അക്കൗണ്ടിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ വേറൊരാളുടെ അക്കൗണ്ട് നിങ്ങൾ കൊടുക്കരുത്. ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5-ന് തുടങ്ങി, 6-ന് ഫില്ലിങ് തുടങ്ങി, 13-ന് സീറ്റ് അലോക്കേഷൻ നടക്കണം. 8-ാം തീയതി തുടങ്ങുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ ഡിലേ വരാം, അതിനനുസരിച്ചുള്ള ഡിലേസ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം, ചെറിയ ചെറിയ ഡിലേകൾ ഉണ്ടാവും. എന്തായാലും കൺസിഡറബിളി സ്പീഡിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കേസൊക്കെ കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീരുമാനമായി കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം MCC പോവില്ല. ഓൾറെഡി നമ്മൾ കീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കീമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അവരും അതറിഞ്ഞത് കൊണ്ടാണ് അതൊക്കെ തുടങ്ങുന്നതൊക്കെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതെല്ലാവരും വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ 110 പേജ് ഉണ്ടെങ്കിൽ ഇരുന്ന് വായിക്കുക. അപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടാലും നിങ്ങളിത് വായിക്കുന്നതിന് തുല്യമാവില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ റീഫണ്ടിനെ കുറിച്ചാണെങ്കിലൊക്കെ ഇതിൽ വളരെ, ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാം, റീഫണ്ടിനെ കുറിച്ചൊക്കെ ഇതിൽ വളരെ ഭംഗിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, മിസ്സായി പോകരുത്. കാരണം റീഫണ്ട് എപ്പോഴാണ് വരിക, അതേപോലെ തന്നെ റീഫണ്ട് നമ്മൾ ചാർജ് ബാക്ക് ഇഷ്യൂ വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വലിയ സാധ്യതകളില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യുന്നതിന് വലിയ നഷ്ടമൊന്നുമില്ല. നമുക്ക് ആ ചെറിയ രജിസ്ട്രേഷൻ ഫീ മിസ്സാവുന്നല്ലാതെ ബാക്കി പൈസ ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങളൊരു ബോർഡർ ലൈൻ റാങ്കിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പായ രജിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ചോയ്സ് ഫില്ലിംഗ് നമുക്കറിയാം, ഇതുവരെ 8-ാം തീയതി റെക്കോർഡ് ചെയ്യുന്ന വരെ തുടങ്ങിയിട്ടില്ല. മേ ബി ഡിലേ ഉണ്ടാവും. എന്തായാലും 8-ാം തീയതിയാണ് ഒഫീഷ്യൽ ഡാറ്റ വരുന്നത്. സീറ്റ് അലോട്ട്മെൻറ്റ് പിന്നീട് നടക്കും, ഡോക്യുമെൻ്റ് അപ്ലോഡിങ് നടക്കും, ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും ഒക്കെ പിന്നീടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ DVC എന്ന ഡിജിറ്റൽ ഒരു വെരിഫിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അത് നല്ലതുമാണ്, ചെയ്തതുമാണ്. കാരണം പണ്ടൊക്കെ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ആ സമയത്ത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അവിടെ നിന്നൊരു വെള്ള പേപ്പറിൽ അഫിഡവിറ്റ് എഴുതി കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. ഈ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യില്ല, നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ദിവസത്തേക്ക് വരാമെന്നൊക്കെ. അത്യാവശ്യം ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവിടെ ചെയ്യാറുണ്ട്. അത് ജെനുവിൻ കേസുകളിൽ, കുട്ടികളെന്തോ എടുക്കാൻ മറന്നില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല, അങ്ങനത്തെ ജെനുവിൻ കേസിൽ മാത്രം അവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം കഷ്ടപ്പെട്ട് നീറ്റ് ചെയ്ത് കിട്ടിയ കുട്ടികളല്ലേ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത് കൊണ്ട്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒന്നും നടക്കും തോന്നില്ല. ഓൺലൈൻ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതൊക്കെ ഭയങ്കര സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു എന്താ പറയുക, മനുഷ്യത്വപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഇനി സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. കോളേജുകളിൽ പലപ്പോഴും ഈ നോഡൽ ഓഫീസർ എന്ന് പറയുന്ന അഡ്മിഷൻ ഡെസ്കിൽ ഇരിക്കുന്ന ഒരു ഓഫീസറാണ്. അപ്പോൾ അവരൊക്കെ, ഇപ്പം ഞാൻ പഠിച്ചിട്ടുള്ള കോളേജിലെ സാറുമാരെ വിളിച്ചപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇതുവരെ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷനോ വന്നിട്ടില്ല. എന്താണ് DVC, അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അവർക്ക് വലിയ ധാരണകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാരിറ്റി വരാനുണ്ട്. എന്തായാലും ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ ബ്ലർഡ് ആണെങ്കിൽ, ഇൻകറക്റ്റ് ആണെങ്കിൽ, കാറ്റഗറി മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റ് ക്യാൻസൽ ആവും. സ്വാഭാവികമായിട്ട് അവിടെ ഒരു കറക്ഷൻ വിൻഡോ വരും. ആ കറക്ഷൻ വിൻഡോയിൽ ചിലപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ഓക്കെ, അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ DVC ഒരു ക്വറി നിങ്ങളുടെ പോർട്ടലിൽ റേസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് കറക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, കറക്ഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് പോകും എന്നുള്ള കാര്യമാണ്. ആസ് ഓൾവേസ് റൗണ്ട് 3 ആയിരിക്കും ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം റൗണ്ട് 3 ഫൈനലി നിങ്ങൾ അവിടെ ഫിസിക്കലി പ്രസൻറ്റ് ആവണം. അതായത് റൗണ്ട് 1 നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് കിട്ടാൻ വിചാരിച്ച കുട്ടി ആദ്യത്തെ റൗണ്ടിൽ ആലപ്പുഴ കിട്ടുന്നു, അവിടെ പോയി കുട്ടി ഫ്ലോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ കുട്ടിക്ക് കോട്ടയം കിട്ടുന്നു, കുട്ടി അവിടെയും പോയി ഫ്ലോട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ റൗണ്ടിൽ കുട്ടിക്ക് കോഴിക്കോട് കിട്ടുന്നു, കുട്ടി കോഴിക്കോട് പോയി ചേരുന്നു എന്നുള്ളതാണ് റൗണ്ട് 3 പോസിബിലിറ്റി വരുന്നത്. അവിടെ റെസിഗ്നേഷൻ ഇല്ല, അതിനുശേഷം ഫെർദർ റൗണ്ട്സും ഇല്ല. കാരണം ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിന് സീറ്റ് കിട്ടിയ കുട്ടിക്ക് സ്ട്രേയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെ നോൺ റിപ്പോർട്ടിംഗ് ആണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം റൗണ്ട് 1 മാത്രമേ ഫ്രീ എക്സിറ്റ് ഉള്ളൂ. ഓക്കെ, അടുത്തത് PWD കാൻഡിഡേറ്റ്സിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മാറ്റങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് നമ്മൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ എന്താണ്, അതിൻ്റെ അതോറിറ്റി ആരാണ്, അല്ലെങ്കിൽ എന്ത് തരം സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, UDID മാൻഡേറ്ററി ആക്കിയിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ ഇത്തവണ PWDയിൽ വന്നിട്ട്. അപ്പോൾ അത്തരം ഇതിൻ്റെ ബെനിഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ നമുക്കറിയാം ടെസ്റ്റ് സെൻറ്ററുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗം അവിടെ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, അത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നത് നീക്കി വെച്ച് തരാം. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഡീംഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ദർ വിൽ ബി എ നോൺ റിട്ടേണബിൾ അല്ലെങ്കിൽ നോൺ റീഫണ്ടബിൾ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന 5000, 1000 എന്നൊക്കെ പറയുന്നത്. അത് 5000 വരുന്നത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം SC/ST കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണെങ്കിൽ 500 ആണ് അത് വരുന്നത്. അവരുടെ സെക്യൂർ ഡെപ്പോസിറ്റ് 5000 ആണ്. മറ്റ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അത് 1000ഉം 10000 ആണ്. അപ്പോൾ അതിനർത്ഥം 10000 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, 1000 നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത പൈസയാണ്. അപ്പോൾ നിങ്ങളൊരു 11000 രൂപ അവിടെ അടയ്ക്കേണ്ടി വരും. SC/ST കുട്ടികളാണെങ്കിൽ അവർക്കൊരു 5500 രൂപ അടയ്ക്കേണ്ടി വരും. ഇനി
ഇത് നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട നോക്കുന്നവരാണെങ്കിലാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഡീംഡ് കോളേജുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡീംഡ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസും വ്യത്യാസമാണ്. 2,50,000 രൂപ നിങ്ങൾ അടയ്ക്കണം, അതിൽ 5,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ചോദിക്കും, സാറേ ഞാൻ DMDനും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ കോട്ടകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് 15% ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, ഇന്ത്യയിലെ മൊത്തം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 15% സീറ്റ് MCCയിലൂടെയാണ് കൊടുക്കുന്നത്. അതും ഞാൻ നോക്കുന്നുണ്ട്, DMD നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2,50,000 രൂപ അടയ്ക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് റോങ് കോട്ട സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം കൂടി തെറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുവാണ്, പൊന്നുമക്കളെ, നിങ്ങളുടെ UPI, നിങ്ങളുടെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, നിങ്ങളുടെ ഇതിന് സ്കാൻ ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിക്കുക. അക്ഷയ, കഫേ, അവരൊക്കെ നിങ്ങൾ സഹായത്തിന് ഉപയോഗിച്ചോളൂ. അവരുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ റീഫണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ റൗണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് പൈസ വരത്തുള്ളൂ. വെയിറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷനൊക്കെ ഒഫീഷ്യലി ഇടും. ഒരിക്കലും നിങ്ങൾ ചാർജ് ബാക്ക് ഇഷ്യൂ ചെയ്യരുത്. ചാർജ് ബാക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ചാർജ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഡിസ്പ്യൂട്ട് റേസ് ചെയ്യുക, ഇങ്ങനെ ഒരു പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി, അതെനിക്ക് തിരിച്ച് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്യൂട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ബ്ലോക്ക് ആവും എന്നാണ് MCC പറയുന്നത്. ഒരിക്കലും ഒരു ചാർജ് ബാക്ക് നിങ്ങൾ റേസ് ചെയ്യരുത്. അങ്ങനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അത് സെറ്റിൽ ആവാനെന്നാണ് MCC പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, നിങ്ങൾ റീഫണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റീഫണ്ട് എലിജിബിൾ ആണെങ്കിൽ, പിന്നെ റീഫണ്ട് എപ്പോഴാണ് നമുക്ക് മിസ്സാവുക, നമ്മൾ റൗണ്ട് 2 സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ പൈസ പോകും. നമുക്ക് റൗണ്ട് 2 സീറ്റ് കിട്ടി നമ്മൾ ജോയിൻ ചെയ്ത് റിസൈൻ ചെയ്താലും പൈസ പോകും. പിന്നെ എങ്ങനെയാണ് പോവുക, മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് സീറ്റ് കിട്ടി എന്നിട്ട് നമ്മളവിടെ പോയി ജോയിൻ ചെയ്തില്ല, പൈസ പോകും, എലിമിനേറ്റഡ് ആവും. സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യില്ല, അങ്ങനെയും പൈസ പോകും. നമുക്ക് സീറ്റ് കിട്ടി നമ്മൾ പോയി ജോയിൻ ചെയ്തു, പക്ഷേ നമ്മുടെ സർട്ടിഫിക്കറ്റ് തെറ്റായിരുന്നു, നമുക്കതിന് എലിജിബിലിറ്റി ഇല്ലാന്ന് മനസ്സിലായി, നമ്മൾ അവിടെ നിന്ന് പുറത്താക്കി, പൈസ പോകും. അപ്പോൾ നിങ്ങൾ ചേർന്നു, ജോയിൻ ചെയ്തു, DVCയിൽ എന്തൊരു ക്വറിയൊക്കെ വന്നു, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ റീസബ്മിറ്റ് ചെയ്തില്ല, അഡ്മിഷൻ ക്യാൻസലായി, പൈസ പോകും. ഓക്കെ, പൈസ പോകാതെ അലോട്ട്മെൻറ്റിന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന റൗണ്ട് 1 മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പെയ്ഡ് എക്സിറ്റ് ആണ്, പൈസ പൊട്ടും എന്ന് മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ചേഞ്ചസ് ആണ്, കുറേ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജിപ്മറിലെ സീറ്റുകളൊക്കെ ഇത്തവണ ചെറിയ മാറ്റങ്ങൾ, 192 എനിക്കറിയൊക്കെയുള്ള സീറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോമിസൈൽ ക്രൈറ്റീരിയ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പോണ്ടിച്ചേരി ഡോമിസൈലിൽ മിസ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് MCC ഇത്തവണ ആ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡീംഡ് കൺവേർഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ ഈ വേക്കൻ്റ് ആയിട്ട് വരുന്ന മുസ്ലിം മൈനോറിറ്റി സീറ്റൊക്കെ സെൽഫ് ഫൈനാൻസ്മെൻറ്റ് സീറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പണ്ടത് അൺറിസർവ്ഡിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഡീംഡിലെ ചില മാറ്റങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതേപോലെ BSc നഴ്സിംഗിൻ്റെ കാര്യങ്ങൾ റൗണ്ട് 3 ഫ്രഷ് രജിസ്ട്രേഷൻ നൗ കവേഴ്സ് ദോസ് ഹു റിസൈൻഡ് ഓർ ഡിഡ് നോട്ട് റിപ്പോർട്ട് ഇൻ റൗണ്ട് 2 ഓൺലി. ഇപ്പോൾ റൗണ്ട് 2 റിപ്പോർട്ട് ചെയ്യാത്തവർക്കോ റിസൈൻ ചെയ്തവർക്ക് മാത്രമേ ഫ്രസ്ട്രേഷൻ ഉള്ളൂ എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ റൗണ്ട് 3 വന്നിട്ടുണ്ട്. സ്ട്രേ റൗണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സ്റ്റേയിൽ പങ്കെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സീറ്റ് ഹോൾഡ് ചെയ്യുന്ന കുട്ടിക്ക് സ്റ്റേയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് MCC വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കണമെങ്കിൽ റെഡിയാക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അതായത് ഈ റീഫണ്ട് പ്രൊസീജിയർ വരുന്ന അത്രയും കാലം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ വയബിളായി ആക്റ്റീവായിട്ട് നിൽക്കണം. അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെയ്യാം. പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കി അത് ഇനാക്ടിവേറ്റ് ആവുന്നതിന് പകരം ഓൾറെഡി ഉള്ള പാരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ ചോയ്സ് ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾ മാനദണ്ഡമാക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കോളേജിൻ്റെ കാര്യങ്ങൾ നോക്കണം, അക്കാഡമിക്സ് നോക്കണം, അതേപോലെ ഡിസ്റ്റൻസ് നോക്കണം, കോളേജിനെ കുറിച്ച് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. അപ്പോൾ ചോയ്സ് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ പാടെ നിങ്ങൾ ചോയ്സിൻ്റെ ഒരു ലിസ്റ്റ്, നിങ്ങളുടെ ഒരു ചോയ്സ് ലിസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതിനെന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മോട് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ പല ഹെൽപ്പ് ഡെസ്കുകളുണ്ട്, അതിലൊക്കെ ഭാഗമാകാം. മെഡിക്കൽ വിദ്യാർത്ഥികൾ നിങ്ങൾ സഹായങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം ബേസിക്കലി എനിക്ക് പറയാനുള്ളത്, ഫീസിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. കുറച്ച് ഈ ഫ്രീസിങ്ങും ഫ്ലോട്ടിങ്ങും മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ള റൂൾ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ സീരിയസ് ആയിട്ട് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക, മിസ്സാക്കാതിരിക്കുക, മണ്ടത്തരങ്ങൾ വരുത്താതിരിക്കുക, പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ചെയ്യുക. ചോയ്സ് ഫില്ലിങ് തുടങ്ങുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചോയ്സ് ഫില്ല് ചെയ്യുക. ചോയ്സ് ഫില്ല് ചെയ്യുമ്പം കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, MBBS ആണോ BDS ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം ചെയ്യുക.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ബെനിഫിഷ്യൽ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.